നമ്മളൊരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് എന്നുള്ള കാര്യം ധനകാര്യമന്ത്രിയും സമ്മതിച്ചിട്ടുണ്ട്. സാമാന്യ ബോധമുള്ളവർക്കൊക്കെ അറിയാം കേരളം പ്രതിസന്ധിയിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ള കാര്യം. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കുറച്ചുകൂടി സത്യസന്ധത പുലർത്താനുള്ള ഉത്തരവാദിത്വം ധനകാര്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്റാണ്. അതിൽ ഇന്നലകളിലെ കേരളത്തിൻ്റെ അവസ്ഥയും വേണം, ഭാവിയിൽ എന്താണെന്നുള്ളതും കൂടി നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. സത്യസന്ധമായ ഒരു സാമ്പത്തിക അവലോകനം അതിലുണ്ടാകണം. ഇപ്പോൾ ഇതൊന്നുമില്ലാതെ കുറേ പദ്ധതികൾ പ്രഖ്യാപിക്കുക, അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനം പോലെയാണ്. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അതൊക്കെ ആകാം. ആ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് ഇതെങ്ങനെ നടപ്പിലാക്കാൻ പറ്റും എന്ന് ബോധ്യപ്പെടുത്താൻ ഇന്നത്തെ നിലയ്ക്ക് ഈ ധനകാര്യമന്ത്രിക്ക് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, കടത്തിൽ മുങ്ങിക്കിടക്കുക നമ്മൾ. ഈ ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ നിത്യനിദാനം നടത്താൻ കഴിയും? ഞാൻ ഒരു കണക്ക് മാത്രം അഭിലാഷിൻ്റെ മുമ്പിൽ വയ്ക്കാം. 2017-18 30,233 രൂപയാണ് ഈ സർക്കാർ കടമെടുത്തത്. ഞാൻ CAG-യുടെ കണക്കാണ് പറയുന്നത്. അതിൽ 8,748 കോടി രൂപ മാത്രമാണ് എന്താവശ്യത്തിനാണോ കടമെടുത്തത് അതിൽ ചെലവഴിച്ചിട്ടുള്ളത്, 28%. ബാക്കി മുഴുവൻ വക മാറ്റി ചെലവഴിച്ചു. 18-19 33,445 കോടി രൂപയാണ് കടമെടുത്തത്. അതിൽ 7,430 കോടി രൂപ മാത്രമാണ് എന്താവശ്യത്തിനാണോ കടം മേടിച്ചത് അവിടെ ചെലവഴിച്ചത്, 22%. 19-20 60,407 കടമെടുത്തു, 8,454 മാത്രമാണ് ചെലവഴിച്ചത്. 20-21 69,735 കോടി രൂപ കടമെടുത്തു, 12,889 ചെലവഴിച്ചത്. 21-22 64,932 കോടി രൂപ എടുത്തു, 14,191 കോടി രൂപ മാത്രമാണ് നിർദ്ദിഷ്ട പദ്ധതിക്കായിട്ട് ചെലവഴിച്ചത്. അപ്പോൾ ഈ നിലയിൽ കടം മേടിച്ച് നിത്യനിദാനം നടത്തുന്ന ഒരു സർക്കാരായിട്ട് ഇത് മാറി. ഇവിടെ മാനിപ്പുലേഷനാണ് ഇത് യഥാർത്ഥത്തിൽ. എന്താവശ്യത്തിനാണോ നിങ്ങൾ കടം മേടിക്കുന്നത് അതിന് ചെലവഴിക്കാതെ വക മാറ്റി പണം ചെലവഴിച്ചാൽ അതിനെ സാധാരണ നിലയ്ക്ക് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ മാനിപ്പുലേഷൻ എന്ന് വിളിക്കേണ്ടി വരും. അതാണ് കേരളം നടത്തി വന്നിട്ടുള്ളത്. ഈ നിലയിൽ കേരളത്തിന് ഇനി എത്ര നാൾ പോകാൻ കഴിയും, എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും? ഇപ്പോൾ കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിൽക്കാം. പക്ഷേ കേന്ദ്രത്തിനെ കുറ്റം പറയുമ്പോൾ ഇന്നലെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്, വളരെ വിശദമായിട്ട് തന്നെയുണ്ട്. ഇനിയിപ്പോൾ കോടതി തീരുമാനിക്കട്ടെ. ഏതായാലും ഇതൊക്കെ കോടതിയുടെ മുമ്പിലാണല്ലോ. കേരളത്തിന് എത്ര പൈസ കൊടുക്കണം, കേരളത്തിന് എന്തിനൊക്കെ കൊടുക്കണം, ഇതൊക്കെ ഇനി കോടതി തീരുമാനിക്കട്ടെ. അതുവരെ ഇവരിത് എങ്ങനെ തള്ളിക്കൊണ്ട് പോകും ഈ കേസ്, ഈ കാര്യങ്ങൾ? എനിക്കിപ്പോഴും പോയി സമരം ചെയ്താലും പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ചാലും അല്ലല്ല, ഒരു മിനിറ്റ് അഭിലാഷ പൂർത്തിയാക്കട്ടെ, ഒരു മിനിറ്റ് തീർക്കട്ടെ. പക്ഷേ ഞാനിത് പറയുന്നത് ഒരു കണക്കുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അഭിലാഷ് ഒരു മിനിറ്റ് കൂടി തന്നാൽ മതി. സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ നേരത്തെ CP ജോൺ സൂചിപ്പിച്ച കാര്യമാണ്. കേരള സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ ലോക്കൽ ബോഡീസിന് കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിച്ച പണവും അത് ചെലവഴിച്ചതിൻ്റെയും കണക്കുണ്ട്. ഏതാണ്ട് പ്ലാൻ ഫണ്ടിൽ ഏതാണ്ട് 36% ചെലവഴിച്ചിരിക്കുന്നത്. ട്രഷറി ബിൽ പെൻഡിങ് ഏതാണ്ട് 14,293 കോടി രൂപയുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞത് ലോക്കൽ ബോഡീസിന് കൊടുക്കേണ്ട പണം പോലും കൊടുക്കാൻ കഴിയാത്ത, ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത നിലയിലേക്ക് കേരളം ചെന്ന് എത്തിയിരിക്കുന്നു. ഇതിന് കേന്ദ്രത്തെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ കടം വാങ്ങി സുപ്രീം കോടതിയിൽ കേന്ദ്രം കൊടുത്ത സത്യവാങ്മൂലത്തിൽ 3-4 രാജ്യങ്ങളുടെ പേര് പറയുന്നുണ്ട്. ആ സ്ഥിതിയിലേക്ക് കേരളം പോകണോ വേണ്ടയോ എന്ന് ഗൗരവത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടാണ് ഈ നിയന്ത്രണങ്ങൾ വരുന്നതും. കടമെടുക്കാൻ വളരെ കർശനമായ നിയന്ത്രണങ്ങൾ ഇപ്പോഴുണ്ടല്ലോ. ഓഫ് ബജറ്റ് ബോറോവിംഗ് നടക്കുന്നുമില്ല.